ലോ അക്കാദമിയിലെ സമരം അവസാനിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ചർച്ച പരാജയപ്പെട്ടു. പ്രിൻസിപ്പലിനെ മാറ്റാതെ സമരം അവസാനിപ്പിക്കില്ലെന്നായിരുന്നു വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. ലോ അക്കാദമി പ്രൈവറ്റ് കോളേജാണെന്ന് വ്യക്തമാക്കിയ വിദ്യാഭ്യാസ മന്ത്രി കേരള യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാർത്ഥി നേതാക്കൾക്ക് ഉറപ്പു നൽകി. ലോ അക്കാദമി പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും ലക്ഷ്മി നായരെ മാറ്റണമെന്ന ആവശ്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ഉറച്ചുനിന്നു. ഇന്റേണൽ മാർക്കിന്റെ ചുമതലയിൽ നിന്നടക്കം ലക്ഷ്മി നായരെ മാറ്റാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചുവെങ്കിലും സമരക്കാർ പിന്നോട്ടു പോയില്ല. ABVP ചർച്ച ബഹിഷ്കരിച്ചു. ലക്ഷ്മി നായർ എന്ന് പറയുന്ന പ്രിൻസിപ്പളെ മാറ്റണം എന്നുള്ള ഡിമാൻഡാണ്. ആ ഡിമാൻഡ് അംഗീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറാവുന്നില്ല. സമരത്തോടുള്ള സർക്കാർ നിലപാടിനെ AISF കടുത്ത ഭാഷയിൽ വിമർശിച്ചു. മാനേജ്മെന്റുമായി ഇനി ചർച്ച നടത്തി വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം പരിഗണിക്കാമെന്ന വാദം അത് തെറ്റാണ്. ഗവൺമെന്റ് കുറച്ചുകൂടി ജാഗ്രതയോടെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് കുറച്ചുകൂടി ജാഗ്രതയിൽ ഈ വിഷയത്തെ സമീപിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളിൽ വസ്തുതയുണ്ടെങ്കിലും സർവകലാശാലയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉചിതമായ നടപടിയെടുക്കാമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. ആധികാരികമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നൊരു പഠനത്തിന് ഏർപ്പെടുത്തി. ഇമ്മീഡിയറ്റായിട്ട് അതാണ് ചെയ്തത്. ആ പഠനത്തിൽ റിപ്പോർട്ടും ഈ കുട്ടികളുടെ അഭിപ്രായവും ചേർത്ത് വയ്ക്കുമ്പോഴാണ് കുറേ കൂടി റീഇൻഫോഴ്സ് ചെയ്യപ്പെട്ടത് എത്ര കണ്ട് ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. 2 ആഴ്ചയിലേറെയായി തുടരുന്ന നിരാഹാര സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ചർച്ച വെറും ചടങ്ങായോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ലോ അക്കാദമിയിലെ മുൻ വിദ്യാർത്ഥിനിയും ഹൈക്കോടതി അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ, KPCC സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല, SFI ലോ അക്കാദമി യൂണിറ്റ് സെക്രട്ടറി ഹരിചന്ദൻ, ABVP നേതാവ് നിതീഷ്, ലോ അക്കാദമി വിദ്യാർത്ഥിനി ജസ്ലിൻ എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് 1 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള.